ചെട്ടിക്കുളങ്ങര കുംഭഭരണി ആഘോഷത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കെട്ടുകാഴ്ചകൾ അല്പസമയത്തിനകം കരകളിൽ നിന്നും ക്ഷേത്രങ്ങളിലേക്ക് പുറപ്പെടും. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആഘോഷം എന്ന പ്രത്യേകതയാണ് ചെട്ടിക്കുളങ്ങര കുംഭഭരണിക്ക് ഉള്ളത്. രഘുനാഥ് ചേരുന്നുണ്ട്. രഘു, ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ്? ഒരു കാരണവശാലും വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. പ്രജീഷ്, ഓണാട്ടുകര എന്ന് പറയുമ്പോൾ ആലപ്പുഴ ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളും ഒക്കെ ചേർന്ന ഒരു ഭൂപ്രദേശത്തെയാണ് ഓണാട്ടുകര എന്ന് പറയുന്നത്. പണ്ട് വലിയ രീതിയിലൊരു കാർഷിക സംസ്കാരമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമായതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആഘോഷമാണ് ചെട്ടിക്കുളങ്ങര കുംഭഭരണി എന്ന് പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതിനെ കുതിര എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു വലിപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് എത്രത്തോളം വ്യക്തമാകുമെന്ന് അറിയുന്നത്. ഒരു 3-4 നില കെട്ടിടത്തിലേക്കാൾ ഉയരമാണ് ഈ കുതിരയ്ക്കുള്ളത്. ഇതേപോലത്തെ 6 കുതിരകൾ, ഇതിനേക്കാൾ അല്പം രൂപത്തിലും പൊക്കത്തിലുമൊക്കെ കുറവുള്ള തേര്, ഒപ്പം തന്നെ ഹനുമാൻ ഭീമൻ, ഇങ്ങനെ 13 കെട്ടുകാഴ്ചകളാണുള്ളത്. ഇത് മുഴുവൻ വരുന്നത് 13 കരകളിൽ നിന്നാണ്. ഞാനിപ്പോൾ നിൽക്കുന്നിടത്ത് നിന്നൊരു 1-1.5 കിലോമീറ്റർ മാറിയാണ് അമ്പലമുള്ളത്. ഈ അമ്പലത്തിൻ്റെ 4-5 കിലോമീറ്റർ ചുറ്റളവിലുള്ള 13 കരകളിൽ നിന്നാണ് ഇത്തരത്തിൽ കെട്ടുകാഴ്ചകൾ വരുന്നത്. അല്പസമയത്തിനകം ഇതേപോലത്തെ കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിലേക്ക് വന്നു തുടങ്ങും. വൈകുന്നേരം 7 മണിക്ക് മുൻപായി ക്ഷേത്രത്തിന് മുൻപിലുള്ള കാഴ്ചക്കണ്ടത്തിൽ അത് നിരക്കുകയും അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങെന്ന് പറയുന്നത്. ഈ കുതിര ഉണ്ടാക്കാൻ തുടങ്ങുന്നത് ഏകദേശം ഒരു മാസത്തോളം ആളുകൾ വളരെ ശ്രമപ്പെട്ട് ധാരാളം ആളുകൾ പണി ചെയ്യുന്ന ആളുകൾ മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങളും നാട്ടുകാരുമൊക്കെ ചേർന്നുകൊണ്ട് വലിയൊരു പരിശ്രമമാണ് ഈ ഇത്രയും മനോഹരമായൊരു കുതിര അണിയിച്ചൊരുക്കുക എന്നുള്ളത്. ഇത് മുഴുവനായി തന്നെ തടിയിൽ നിർമ്മിച്ചതാണ്. അതിൻ്റെ ചക്രം ഉൾപ്പെടെ എല്ലാം നമുക്ക് ഇതൊരു പക്ഷേ ഈ കൽപ്പാത്തിയിലെ രഥോത്സവം അത്തരത്തിലുള്ള അതിന് സമാനമായ രീതിയിലുള്ള സ്ട്രക്ചർ തന്നെയാണ് ഈ കുതിരയുടെയും. ഇതിനകത്ത് കൂടുതലായും തടിയും ഒപ്പം തന്നെ കൊത്തുപണികളുണ്ട്. ഇതെല്ലാം ഈ കാണുന്ന ചുവപ്പും പച്ചയും വെള്ള നിറത്തിലുമൊക്കെ കാണുന്നത് തുണിയാണ്. ബാക്കി അതിനകത്തുള്ളത് തടിയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ എന്ന് പറയുന്നത്. ഇത് ആളുകൾ അല്പസമയത്തിനകം ആളുകൾ വന്ന് കുത്തിയോട്ട പാട്ടൊക്കെ പാടി ഒരു പ്രത്യേക താളത്തിലുള്ള ഇവിടുത്തെ പ്രാദേശികമായ രീതിയിലുള്ള നമ്മൾ പാടുന്ന പാട്ടാണ് കുത്തിയോട്ട പാട്ട്. അതൊക്കെ പാടി ആളുകൾ ഈ വടം ഉപയോഗിച്ച് ഇതിനെ കെട്ടി വലിച്ചുകൊണ്ടു പോകും. അങ്ങനെയുള്ളൊരു മനോഹരമായ കാഴ്ചയ്ക്കാണ് അല്പസമയത്തിനകം ചെട്ടിക്കുളങ്ങരയും ഈ പ്രദേശത്തെ ആളുകൾ മാത്രമല്ല, ഇവിടെ ബന്ധുക്കളുള്ള അല്ലെങ്കിൽ ഇത് കാണാൻ വേണ്ടി ആഗ്രഹമുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് വരിക. അതുകൊണ്ടുകൂടിയാണ് ഈ യുനെസ്കോയുടെ ഒരു പൈതൃക പട്ടികയിൽ ഇത് ഇടം പിടിച്ചിരിക്കുന്നത്. കാരണം ഇത് വലിയൊരു, ഞാൻ പറഞ്ഞതുപോലെ 3-4 നില കെട്ടിടത്തിൻ്റെ അത്ര പൊക്കമുണ്ട് ഈ കുതിരയ്ക്ക്. ഇതിനേക്കാളും അല്പം പൊക്കം കുറവായിരിക്കും തേരിന്. പിന്നീട് ഭീമൻ്റെയും ഒപ്പം തന്നെ ഹനുമാൻ്റെയും കെട്ടുകാഴ്ചകളുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ ഒരു ആഘോഷ തിമിർപ്പിലാണ് ഈ ഓണാട്ടുകര പ്രദേശം മുഴുവൻ ആളുകൾ എല്ലാം. നമ്മൾ ഈ ലക്ഷക്കണക്കിന് ആളുകൾ എന്നൊക്കെ വെറുതെ പറയുന്നതല്ല. ക്ഷേത്രത്തിന്റെ 5-6 കിലോമീറ്റർ ചെട്ടിക്കുളങ്ങര കുംഭഭരണിയോട് അനുബന്ധിച്ച് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ആഘോഷമെന്ന പ്രത്യേകതയാണ് ഈ ഉത്സവത്തിന് ഉള്ളത്.